കറണ്ട് കിട്ടിയിട്ടില്ല. ഇതാണ് ബോർഡ്. ഈ ബോർഡിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എവിടെയും കണ്ടിട്ടില്ല. അത് പ്രത്യേക തരാണ്. അത് തുറക്കാം. അത് കണ്ട ഒരു മൂടി ഇട്ടിക്കാണ്. അപ്പോൾ ഇത് മൂടി അടച്ചിട്ടിക്കാണ്. ഇതൊരു പുതിയ സിസ്റ്റം ആണല്ലേ. ഇത് എവിടെ ആരാ ചെയ്തത്? അടുത്തുള്ള ഒരാൾ. ഭാരത് ഇലക്ട്രോണിക്സ് പട്ടാമ്പിന്ന് ചെയ്തിക്കാണ്. ഇത് നല്ലൊരു സൗകര്യം. അത് നമുക്ക് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടി കയറും ചെയ്യില്ല. അത് ഓണാക്കി ഓഫാക്കാനൊക്കെ നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ അത് 2 10 HP മോട്ടർ വെച്ചിട്ടുണ്ടല്ലേ. അത് സീമെൻസിൻ്റെ അല്ലേ? അപ്പോൾ 2 ഷാട്ടറാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇതാണ്ട 2നും മൂടിയുണ്ട്. മറ്റേ നമ്മൾ തുറന്നിട്ടില്ല. അതിങ്ങനെ ഇതിലുള്ള സൗകര്യമാണ്. പിന്നെ അതിൻ്റെ എല്ലാം കൂടിയിട്ട് ബോർഡിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുക. പണ്ടൊക്കെ മില്ലുകളിൽ ഒരു വലിയൊരു ബോർഡാണ്. അതിൽ മൊത്തം എല്ലാ ഫീസും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ കാണിക്കും. ഇപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഇത്. പിന്നെ നമ്മുടെ മെഷീൻ വെച്ചിരിക്കുന്നത് JTK കമ്പനിയുടെ മെഷീനാണ്. TK അല്ല, JTK അവരുടെ കമ്പനി തന്നെയാണ്. അവരെ ആരോ വേറെ കമ്പനിയാണ് JTK. ഇവിടെ ഡബിൾ സ്റ്റേജ് മെഷീനാണ്. സ്റ്റീലിൻ്റെ തട്ടാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതാ ഡബിൾ സ്റ്റേജ്. ഇത് മൂപ്പര് ഒന്ന് ഉണങ്ങിയരി പൊടിക്കാനും അതുപോലെ തന്നെ ഒന്ന് നനച്ചരി പൊടിക്കാനും. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ 10 HP മോട്ടർ വെച്ചിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മഞ്ഞളും മുളകും പൊടിക്കാൻ വേറെ ഡബിൾ സ്റ്റേജ് മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല. കറണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്. കറണ്ട് നാളെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡബിൾ സ്റ്റേജ് മെഷീൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു 10 HP വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് ആണ്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പിന്നെ ബുഷിൻ്റെ മുള വെച്ചിരിക്കുന്നത്. ഇത് 2 മെഷീനും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. ഫൗണ്ടേഷൻ കീറിട്ടില്ല. അത് ഓൾറെഡി ഇവിടെ ആദ്യം ടൈൽസ് ഇട്ട് കൊടുത്ത് ബോൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് എത്രത്തോളം വിജയകരമാണെന്ന് അറിയില്ല. അത് പിന്നെ നമുക്ക് പിന്നീടാണ് അറിയുള്ളൂ. അവരൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഇതിങ്ങനെയാണ് ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അടിയിലൊരു ഇത് മാത്രം റബ്ബർ ഇട്ട് തുടങ്ങി. പിന്നെ അത് വറക്കണത് 20 കിലോൻ്റെ വറക്കണ മെഷീനാണ്.
അതും JTK കമ്പനി തന്നെയാണ് ഫുള്ള് ഇവിടെ വെച്ചിരിക്കണത്. മെഷീൻ്റെ മുകളിൽ JTK എന്നാണ് പേര് കാണാനുള്ളത്. TK അല്ല, അവരുടെ കമ്പനി തന്നെയാണ്. അപ്പം അതിൻ്റെ കവറും കാര്യങ്ങളും നമ്മൾ പൊട്ടിച്ചിട്ടില്ല. പിന്നെ അതാ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് മൂപ്പര്. അല്ല പാലക്കാട് നിന്ന് ഉണ്ടാക്കിയതാ. അത് നല്ലൊരു സൗകര്യം. നമ്മളെ ടിന്നിനെക്കാട്ടിൽ നല്ല ഉറപ്പാണ്. അനവധി കാലം നിൽക്കും ചെയ്യും. 500 ഉറുപ്പ്യാണ് ഇതിൻ്റെ വില. ഒരു 10-30 കൊല്ലം നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാ നല്ല ഈ ടിന്നാണെങ്കിൽ ഇത് കുറേ കഴിഞ്ഞത് ഒരു നെളുക്കൊക്കെ വരും. ഇതൊന്നും വരില്ല. എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്? 4 എണ്ണം. പിന്നെ ഇതാ ഇപ്പം നമ്മുടെ പൊടിയാക്കാനുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൗണ്ടർ അടിച്ചിട്ടുണ്ട് പൊടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ക്ലിയർ ആവും. ഇതിപ്പോൾ എന്തിനാണിത്? ആദ്യം പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിന് പകരം പൊടികളൊക്കെ വെക്കാൻ പറ്റിയത്. അപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഇവിടെ തുറന്ന് പ്രവർത്തിക്കും. മൂപ്പര് 3 വർഷമായിക്കണെന്നാണ് തോന്നുന്നത് മില്ല് തുടങ്ങാൻ വേണ്ടി നടക്കുന്നത്. 2-2.5 വർഷമായിക്കണ്. അപ്പോൾ മെഷീനും കാര്യങ്ങളും വെച്ച് കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പട്ടാമ്പി കമാനത്തിൻ്റെ അവിടെയാണ് ഈ മില്ലും. ഇപ്പോൾ മില്ല് ഒരു വാർപ്പിൻ്റെ ഒരു ഇതാണ്. അദ്ദേഹം കറുപ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ കറുപ്പ് പെയിൻ്റ് അടിച്ചത് ഇപ്പോൾ ഒരു വിഡിത്തര ആയിപ്പോയോ എന്നൊരു തോന്നലുണ്ട്. നമ്മൾ പൊടിയൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് കഴിയുമ്പോൾ കാണിക്കും. പക്ഷെ അത് മെഷീൻ ഇത് ഫിറ്റിങ്സാണ്. ഇപ്പോൾ ഒരു എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇത് ടൈൽസിൻ്റെ മുകളിൽ ഗ്രില്ലേറ്റ് തുളച്ചിട്ടാണ് ഇത് കാണാനുള്ളത്. കമ്പനിക്കാർ ഗ്യാരൻ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ ഒന്നും പറയാം.